സർ, ഇവിടെ നീതി ആയോഗിൽ റിപ്പോർട്ട് വരുന്നുണ്ട്. മാനവ വിഭവ സൂചികയിൽ കേരളത്തിന് 1-ാം സ്ഥാനമാണുള്ളത്. നമ്മുടെ ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ 2019-21 കേരളത്തിൻ്റെ ദാരിദ്ര്യ സൂചിക 0.55%. അതായത് രാജ്യത്ത് ഏറ്റവും കുറവ് അതിദാരിദ്ര്യമുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന 64,006 പേരെയാണ് നാം കണ്ടെത്തിയത്. ആ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് അവരെ മുക്തമാക്കണമെന്ന് നമ്മൾ ആലോചിച്ചു. അത്തരമൊരു നിലപാട് ഇന്ത്യ രാജ്യത്ത് ഈ സംസ്ഥാനം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ഇതിൽ 2026 നമ്മുടെ 2025 നവംബർ 1 ഈ പറയുന്ന അതിദാരിദ്ര്യം മുഴുവൻ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കണമെന്ന ലക്ഷ്യം വെച്ചാണ് സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1 വർഷം പിന്നിട്ടു. സർ, ആ 1 വർഷം പിന്നിട്ടപ്പോഴുള്ള അനുഭവം എന്താ? 2023 നവംബർ 1, ഈ വർഷം 2024 നവംബർ 1, അടുത്തത് 2025 നവംബർ 1. 2025 നവംബർ 1 പൂർണ്ണമായും മുക്തമാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്, ലക്ഷ്യമിട്ടത്. 1 വർഷം തികഞ്ഞപ്പോഴുള്ള കണക്ക് 47.89% കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സർ, ഇത് 1-ാം വർഷത്തെ കണക്കാണ്. അപ്പോൾ ഈ വർഷമാകുമ്പോഴേക്ക് തന്നെ ഏറെക്കുറെ മുഴുവനായി അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കാൻ കഴിയുന്ന നിലയാണുള്ളത്. ഫലപ്രദമായ നടപടികളാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചു പോകുന്നത്. സർ, ഈ രാജ്യത്ത് മറ്റേതൊരു സംസ്ഥാനമുണ്ട് ഇങ്ങനെയൊരു നിലപാടെടുത്തിട്ടുള്ളത്? അവർക്ക് അവിടെയുള്ള അതിദാരിദ്ര്യാവസ്ഥ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ കഴിയുമോ? അതല്ലേ രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതി. സർ, അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്താകെയുള്ളതാണല്ലോ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതിயின் കീഴിലുള്ള തൊഴിലാളികൾക്ക് ഒരു ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മളല്ലാതെ വേറെ ഏതാ ഉള്ളത്? സർ, അതുപോലെ തന്നെ നാം ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മുന്നേറ്റങ്ങൾ അത് കൂടുതൽ കൈവരിക്കാൻ കഴിയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് 4 സയൻസ് പാർക്കുകൾ, അതിലൊരു ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ തറക്കല്ലിടലും അതിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് 3 സയൻസ് പാർക്കുകൾ വരാൻ പോവുകയാണ്. 1000 കോടി രൂപ മുതൽ മുടക്കാണ് ഇതിന് നമ്മൾ പൊതുവിൽ കണ്ടിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് കിഫ്ബി മുഖേന ഈ കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞ പദ്ധതികൾ 83,000 കോടിയോളം രൂപയുടെ പദ്ധതികളാണ്. സർ, ഇവിടെ വിഴിഞ്ഞം തുറമുഖം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വരാൻ പോകുന്നു. ലോകത്തെ തന്നെ അപൂർവ വൻ തുറമുഖങ്ങളിൽ ഒന്നായി മാറുന്നു. അതിന് 7,700 കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക്. അതിൽ 4,600 കോടി രൂപ സംസ്ഥാന സർക്കാരും 818 കോടി രൂപ കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുന്നത്. അത് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയമില്ലാത്ത അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. സർ, അതേപോലെ തന്നെ നമ്മുടെ ദേശീയപാത വികസനത്തിന് നാം 25% ചെലവഴിച്ചല്ലോ. 5,580 കോടി രൂപയല്ലേ അതിന് നമ്മുടെ സംസ്ഥാനം കൊടുക്കേണ്ടി വന്നത്. സർ, ആ പണി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതല്ലേ നമ്മുടെ അനുഭവത്തിൽ കാണാൻ നമുക്ക് കഴിയുന്നത്. സർ, ഇങ്ങനെ ഓരോ മേഖലയും നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നു എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണല്ലോ. സർ, ഇവിടെ ഗെയിൽ വാതക ലൈൻ അല്ലെങ്കിൽ ഗെയിൽ വാതക പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 2012 അതിൻ്റെ സംയുക്ത സംരംഭമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. 510 കിലോമീറ്ററാണ്. സർ, ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ UDF സർക്കാർ 5 വർഷം കൊണ്ട് പൂർത്തിയാക്കിയത് 39 കിലോമീറ്റർ ആയിരുന്നു. 2016 LDF സർക്കാർ അധികാരം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഉള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യമാണ് കണ്ടത്.